ഞാൻ സൗദിയിൽ ടൊയോട്ട കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 15 വർഷത്തോളമായിട്ട് പ്രവാസിയാണ്. ഞാൻ ആക്ച്വലി വീടിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഒരു ഫേമിനെ കുറിച്ച് അറിയുന്നത്. പ്രത്യേകിച്ച് അത് ഓൺലൈൻ വഴിയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് ഓൺലൈനിൽ അവരുടെ പിന്നെ ഞാനും വൈഫും കൂടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഏകദേശം അവരുടെ ഡിസൈനൊക്കെ കണ്ട് ഓക്കെ തോന്നി. പിന്നെ അവരുമായിട്ട് സംസാരിച്ച് പിന്നെ അവരുടെ ഡീലിംഗ് ഓരോ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ അവരുടെ കുറെ റെക്കമെൻഡേഷൻസ് വന്നു. അത് ഏത് ഭാഗമാണ് വീടിന്റെ ഇപ്പോൾ ഈവൻ ടൈലിംഗ് ആണെങ്കിലും അതല്ല ഇനി ഇന്റീരിയേഴ്സ് പെയിന്റിങ് അല്ലെങ്കിൽ മറ്റുള്ള ഫർണിച്ചേഴ്സ് കംപ്ലീറ്റ് ഇന്റീരിയർ വർക്കിന്റെ എല്ലാ മേഖലകളിലും ഈവൻ സീലിംഗ് ടോയ്ലറ്റ്സ് എല്ലാ കാര്യങ്ങളിലും അവരുമായിട്ട് ഡിസ്കഷൻ ചെയ്ത് അവരുടെ ഡിസൈൻസ് എടുത്ത് പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫീഡ്ബാക്സ് കൊടുത്ത് അങ്ങനെ ഒരു മ്യൂച്വലി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് വീടിനെ എത്തിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ റിക്വയർമെന്റ് നമ്മുടെ ബഡ്ജറ്റ് മനസ്സിലാക്കാനും നമുക്ക് എന്താണ് ഇഷ്ടങ്ങൾ എന്നറിയാനും പിന്നെ അവരുടെ കുറെ റെഫറൻസുകൾ തന്ന് പിന്നെ അവർ വർക്ക് ഇപ്പം നമുക്ക് തന്നെ വേറെ പല വർക്കുകളും അവർ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റെഫറൻസ് നമുക്ക് കിട്ടുന്നത് കൊണ്ടും ഒരു എന്താ പറയുക നല്ല കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റ് ആണ് ഓക്ക് ഇന്റീരിയേഴ്സുമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊരു സെറ്റ് ചെയ്ത് വെച്ചെടുത്ത് അതുപോലെ കളറ് ഒക്കെ നമ്മൾ അവരോട് ചോദിച്ചിട്ട് തന്നെ ഒക്കെ സെറ്റ് ചെയ്തത്. ഇപ്പോൾ എല്ലാം സ്റ്റോറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഷെൽഫുകളൊക്കെ എല്ലാം അറേഞ്ച്മെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് വേണം. അപ്പം എല്ലാം അതിനനുസരിച്ചിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല അഭിപ്രായം പറയാനുണ്ട്. ഓക്ക് ഇന്റീരിയേഴ്സുമായിട്ടുള്ള ഞങ്ങളുടെ ഒരു എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്ക് നല്ലൊരു ഡിസൈൻ ഫേം ആണ്. പ്ലസ് അവരുമായിട്ട് നമ്മുടെ ഒരു എൻഗേജ്മെന്റ് നല്ലൊരു ഫ്രണ്ട്ലി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആണെങ്കിൽ പറയാം. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ഡിസൈനേഴ്സ് നമ്മൾ മാറ്റുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞുറപ്പിച്ച ചില കാര്യങ്ങൾ പിന്നെ വീണ്ടും ചെറിയൊരു മോഡിഫിക്കേഷൻ പറയുമ്പോഴൊക്കെ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഡാപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നമുക്ക് പിന്നെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ള പല ആളുകൾക്കും ഇതുപോലത്തെ ഒരു നമ്മൾ വീട് വെക്കുമ്പോൾ നമുക്ക് എല്ലാം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. പല കാര്യങ്ങളും നമ്മൾ പല സ്റ്റേജുകളിലായിരിക്കും മാറ്റം വരുത്തുക. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിൽ നമ്മളോട് സഹകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്റീരിയർ ഫേമാണ് നമുക്ക് വേണ്ടത്. മാത്രമല്ല നമ്മുടെ ബഡ്ജറ്റ് എത്രയെന്ന് അറിയുന്നതും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്നതും പിന്നെ ചില കാര്യങ്ങൾ അവർ തന്നെ പറയും ഓക്കെ ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളെ കൺവിൻസ് ചെയ്യാനും ഒക്കെ നല്ലൊരു വാല്യൂ അഡീഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ഈവൻ സൈറ്റ് സൂപ്പർവിഷൻ ഞാൻ ഏൽപ്പിച്ചിരുന്നത് ഒക്കെ ഇന്റീരിയേഴ്സിനായിരുന്നു. നമ്മൾക്ക് അറിയാത്ത പല കാര്യങ്ങളും അവര് വന്ന് പറഞ്ഞു തരികയും നമുക്കൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുക ഒരു പ്രൊഫഷണലി ഒരു നല്ലൊരു സർവീസാണ് ഓക്കിന്റെ സൈഡിൽ നിന്ന് ഡെലിവറി ചെയ്യുന്നത്. നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഞാൻ ശരിക്ക് ഈ ഓക്ക് ഡിസൈനേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഓക്ക് ഇന്റീരിയേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ മറ്റുള്ള പല ഫ്രണ്ട്സിനോട് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്.